നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ആലത്തൂർ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന്റെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ആദ്യ പര്യടനത്തിന് തുടക്കമായി. രമ്യ ഹരിദാസ് പച്ചക്കള്ളം പറയുകയാണെന്നും കെ രാധാകൃഷ്ണൻ ഹിന്ദുക്കളെ ദ്രോഹിച്ചുവെന്നും TN സരസു. സാധാരണക്കാരോട് വോട്ട് ചോദിക്കുന്ന ഇപ്പം നമുക്കറിയാം, കൃഷിയുടെ കാര്യത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് മൊത്തത്തിൽ പ്രശ്നമാണ്. അവരുടെ ഒന്നും നെല്ല് ഒക്കെ സംഭരിക്കുന്നില്ല, വാങ്ങിക്കുന്നില്ല. അവരാകെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ സ്ഥലത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങളാകെ കഷ്ടത്തിലാണ്, ഞങ്ങളുടെ നെല്ല് വാങ്ങിക്കുന്നില്ല, ഞങ്ങൾക്കതിന് പൈസ കിട്ടുന്നില്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ മറ്റ് കൃഷികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം താറുമാറായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളം ഒട്ടാകെ. ഈ CPMൻ്റെ ഭരണം കാരണം എത്തിയിരിക്കുന്ന ഒരവസ്ഥ അതാണ്. അത് നമ്മൾ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മൾ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. മോദിജിയുടെ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി പ്രകാരം നമ്മളെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. മോദിജിയുടെ ഗ്യാരണ്ടിയോടൊപ്പം ആ ഗ്യാരണ്ടിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഗ്യാരണ്ടിയാണത്. നമ്മൾ കഴിയുന്നത് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണിപ്പോൾ. അധികം സമയമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരോടും ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുന്നത്. എല്ലാ വീടുകളിലും പോയി നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വീടുകളിലും വരും. അതെൻ്റെ വാക്കാണ്. എല്ലാ വീടുകളിലും, ആലത്തൂർ മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളിലും ഞാൻ വരും. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് വരും. എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കാനായിട്ട് ഓരോ വീടുകളിൽ ഞാൻ വന്നിരിക്കും. അതെൻ്റെ വാക്കാണ്, സരസുവിൻ്റെ വാക്കാണ്. ഞാൻ വിക്ടോറിയ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമെന്നറിയാം, അല്ലെങ്കിൽ മത്സരമെന്നറിയാം. എങ്കിലും ഒരു കൂടെ മത്സരിക്കുന്നവർ ഒന്ന് സിറ്റിംഗ് MP ആണ്, ഒരു പാട്ടുകാരി, പാട്ടും പാടി ജയിച്ച ആളാണ്, രണ്ടാമത്തെ ഒരു മന്ത്രി കൂടിയാണ്. എങ്ങനെ കാണുന്നവർ? ഞാൻ അവരെ എന്നെപ്പോലെ രണ്ടാൾക്കാരായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവരുമായിട്ടൊരു ഞാനൊരു അവർ വലിയ ആൾക്കാരാണ്, ഞാനിപ്പോൾ ഒരു പുതിയ ആളാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെ ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ MP ആയിരുന്നു, ശരിയാണ്. അവർ എന്തെല്ലാം നുണകളാണ് ഇപ്പോൾ തട്ടിവിടുന്നത്. എത്ര കോടി അവർ ചിലവാക്കിയെന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഒരു MPക്ക് കിട്ടുന്ന എത്രയാണ്? ഒരു മണ്ഡലത്തിലേക്ക് ഒരു MPക്ക് ഒരു വർഷം എത്ര കോടികളാണ് കിട്ടുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ തന്നെ ആ പറയുന്ന കള്ളത്തരം നമുക്ക് മനസ്സിലാകും. പിന്നെ എന്ത് ഡെവലപ്മെൻറ്റാണ് ഈ പറഞ്ഞ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവരെന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം അവർ ചെയ്തിട്ടുണ്ടോ 5 വർഷം കൊണ്ട്? അവർക്കൊക്കെ അത്ര പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെൻ്റെ ഒരു വലിയൊരു ഇതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ രാധാകൃഷ്ണൻ, ഞാൻ ഇവരെ ആരും വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അവരൊക്കെ നല്ല മനുഷ്യരായിരിക്കും. ഞാൻ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അവഹേളനം ഒന്നും ഞാൻ ഒരാളെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ രാധാകൃഷ്ണൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, രാധാകൃഷ്ണൻ നല്ല സൗമ്യനായ ഒരു മനുഷ്യനാണ്. പക്ഷേ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കളോട് ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണെന്ന് എനിക്ക് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഹിന്ദുക്കളോട് ഇവിടുത്തെ ദേവസ്വം മന്ത്രി കാണിക്കുന്നത് ഭയങ്കര അനീതിയാണ്. അദ്ദേഹം നമുക്കറിയാം, ശബരിമലയിൽ പോയിട്ട് തീർത്ഥജലം കൊടുത്തപ്പം അതുകൊണ്ട് കൈ കഴുകിയിട്ട് അവിടെ നിന്നു.
കഴിഞ്ഞ ദേവസ്വം മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതപ്പം അദ്ദേഹത്തിനോട് പാർട്ടി എക്സ്പ്ലനേഷൻ ചോദിച്ചു. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ കൈ കെട്ടി നിൽക്കത്തേ ഉള്ളൂ, കൈ പൊക്കൂല. അപ്പം അങ്ങനെയുള്ള ഒരു മന്ത്രി അതും അവിടെ നിൽക്കട്ടെ, ഇദ്ദേഹം MP ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മുടെ കേന്ദ്രം ഭരിക്കാൻ പോകുന്നത്, ഇനിയും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് നമ്മുടെ മോദിജി തന്നെയാണ്. ആ മോദിജിക്കൊപ്പം ഈ ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് രാധാകൃഷ്ണനോ രമ്യയോ ആണോ പോകേണ്ടത്, അതോ ഞാനാണോ പോകേണ്ടത്? ആര് പോയാലാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് മൊത്തമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ഈ മണ്ഡലത്തിലെ ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം.